ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം മാലിന്യത്തെക്കുറിച്ചാണ്. മാലിന്യം ഓരോ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും പറമ്പിലാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും എല്ലാത്തിനെയും അത് തരം തിരിക്കണം. പ്ലാസ്റ്റിക് വേറെ, കുപ്പി വേറെ, പേപ്പർ വേറെ, ജൈവമാലിന്യം, ലിക്വിഡ് എന്നുള്ള മാലിന്യം, ഡ്രൈ മാലിന്യം, ഇതിനെല്ലാം തരം തിരിച്ചിട്ട് ഓരോത്തിന് ഓരോ ഐറ്റംസിന് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുക. അല്ലാത്തതിന് അതിൻ്റെ മാലിന്യത്തിൻ്റെ വെള്ളം പറ്റിച്ചിട്ട് അത് ഡ്രൈ ആക്കിയിട്ട് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ ജൈവവളമാക്കി അത് പാക്ക് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. ഡെയിലി മാലിന്യത്തെ തുടച്ച് നീക്കാൻ മാത്രമാണ് മാലിന്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ. അതിന് ഹരിതകർമ്മസേനയും ഒപ്പം തന്നെ കുടുംബശ്രീനെയും തൊഴിലുറപ്പിലുള്ള ആളുകൾ എല്ലാ ആൾക്കാരെയും സംയോജിപ്പിച്ച് ഒരു ശക്തമായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് മാലിന്യം തുടച്ച് നീക്കപ്പെടുകയുള്ളൂ. മാലിന്യം ഓരോ സ്ഥലത്തു നിന്ന് കളക്ഷൻ ചെയ്യുമ്പോൾ പിന്നെ ആളുകൾ വലിച്ചെറിയില്ല. ഇത് ഓരോ സ്ഥലത്തൂടെ കൊന്നിട്ട് ആളുകൾ രഹസ്യമായിട്ട് വലിച്ചെറിയലാണ്. ഇതൊക്കെ അവസാനിപ്പിക്കുക. അതുപോലെ എല്ലാ പഞ്ചായത്തിലും പ്ലാന്റുകൾ സ്ഥാപിക്കണം. ബയോഗ്യാസിൻ്റെയും ജൈവ വളം ഉണ്ടാക്കണതിൻ്റെ പ്ലാന്റുകൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളും സ്ഥാപിക്കണം. അവിടെ അങ്ങോട്ട് കളക്ഷൻ കൊണ്ടുപോകണം. അങ്ങനെ ഫുള്ളും ചെയ്താൽ മാത്രമാണ് ഈ മാലിന്യത്തെ തുടച്ച് നീക്കാൻ കഴിയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം.